കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. തൃശൂർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ മണ്ണ് മാഫിയ സെക്രട്ടറി അടക്കമുള്ള വനിതാ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. വടക്കാഞ്ചേരി പോലീസിനെ സെക്രട്ടറി വിളിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ല. ഏറെ നേരം കഴിഞ്ഞ് മണ്ണ് മാഫിയ തന്നെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ വിട്ടയച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ 3 വനിതാ ഉദ്യോഗസ്ഥരെയാണ് വളവ് പ്രദേശത്ത് വച്ച് മണ്ണ് മാഫിയ തടഞ്ഞുവച്ചത്. സംഭവം വിവാദമായതോടുകൂടി ഉദ്യോഗസ്ഥർ രേഖാമൂലം പോലീസിൽ പരാതി നൽകാൻ തയ്യാറായതുമില്ല. വളവ് പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള മണ്ണ് മാഫിയയും വടക്കാഞ്ചേരി പോലീസും ഒത്തുകളിച്ചാണ് സംഭവം നടന്നതെന്നും ഒരു പരാതി പോലും നൽകാതെ ഉദ്യോഗസ്ഥർ ഇവർക്ക് കൂട്ടുനിന്നുവെന്നും മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി മണൽ മാഫിയയുടെ കൂത്തരങ്ങായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുൻപ് വരെ അത് കോറി മാഫിയായിരുന്നു. ഇന്നിപ്പോൾ അത് വളവ് പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാഫിയായി ഡൈവേർട്ട് ചെയ്തിരിക്കുക. ഈ തൊട്ടടുത്ത കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പാവപ്പെട്ടവനൊരു വീട് വെക്കാൻ വേണ്ടി എത്ര അധികം മണ്ണ് മാറ്റുന്നതിന് വേണ്ടി അത്ര അധികം പെർമിറ്റിന് വേണ്ടി ജനം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തുകളിലുള്ളത്. എന്നാൽ തൊട്ട 2 ദിവസങ്ങൾക്ക് മുന്നേ പഞ്ചായത്തിൽ സംഭവം ഉണ്ടായി. പഞ്ചായത്തിൽ ഒരു മണ്ണ് മാറ്റുന്നതിന് വേണ്ടി പെർമിറ്റിന് അപേക്ഷിക്കുകയും ആ പെർമിറ്റ് പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ചിട്ടുള്ളതാണ്. അത് നസീമ VK, നിഷിത KA, ആഷിഫ് KA, കിണറാമാക്കൽ ഹൗസ്, വളവ്, ഈ പ്രദേശത്തുള്ള 3 പേരുടെ സ്ഥലത്ത് മണ്ണ് മാറ്റുന്നതിന് വേണ്ടി വീട് വെക്കാൻ അനുമതി കൊടുത്തു. ആ മണ്ണ് മാറ്റുന്നതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അനുമതി കൊടുത്ത അളവിൽ കൂടുതൽ മണ്ണെടുത്തു എന്ന് മാത്രമല്ല, പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുമതി കൊടുത്ത സ്ഥലത്തു നിന്നും മാറിക്കൊണ്ടാണ് മണ്ണെടുത്തത്. ആ മണ്ണെടുത്തത് മാത്രമല്ല, ഈ മണ്ണ് കൊണ്ടുപോയി ഡംപ് ചെയ്തത് മുള്ളൂർക്കര വില്ലേജിൽ മാമ്പ്ര കുഞ്ഞൻ മകൻ അപ്പുണ്ണി എന്ന് പറയുന്ന ആളുടെ കൈവശത്തിലുള്ള പാടശേഖരത്തിലാണ്. ടോട്ടൽ വയലേഷനാണ്, എല്ലാ തരത്തിലും വയലേഷനാണ് നടന്നിരിക്കുന്നത്. മണ്ണെടുത്തത് പഞ്ചായത്ത് അനുമതി കൊടുത്ത അളവിലല്ല, അതിൽ കൂടുതൽ മണ്ണെടുക്കുകയും ആ മണ്ണ് കൊണ്ടുപോയി ഇട്ടത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാടശേഖരത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ കൃഷി ഓഫീസറും Aയും ഉൾപ്പെടെ ഈ സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. 3 പേരും സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അനുമതി വാങ്ങിയിട്ടുള്ള വളവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണ്ണ് മാഫിയ ടീമുകൾ അവര് 3 ബൈക്കുകളിലെത്തി പഞ്ചായത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് വാഹനത്തിന് ക്രോസാക്കി വണ്ടി നിർത്തി 3/4 മണിക്കൂറോളം ഈ സ്ത്രീകളായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ പഞ്ചായത്തിന്റെ AE വടക്കാഞ്ചേരി CA ഫോണിൽ ബന്ധപ്പെടുകയാണ് ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നു, പഞ്ചായത്തിന്റെ വണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് CAനെ വിളിച്ചതിനെ തുടർന്ന് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലീസ് ആ സ്ഥലത്തേക്ക് ഇരച്ചെത്തുകയല്ലേ വേണ്ടത്. ഇവിടെ ഉണ്ടായത് ഈ CAയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരിയിലെ ഒരു പോലീസ് ഈ മണ്ണ് മാഫിയയിലെ പ്രധാനപ്പെട്ട ആളെ വിളിക്കുകയും അവിടെ നിന്ന് മാറി നിൽക്കണം, പോലീസ് അങ്ങോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്, അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്ന് മണ്ണ് മാഫിയ തലവനുമായി കോംപ്രമൈസ് സംസാരിക്കുന്ന വടക്കാഞ്ചേരി പോലീസിനെയാണ് അവിടെ കണ്ടത്. അതിനുശേഷം അവിടെ നടന്നത് ഈ 3/4 മണിക്കൂറോളം തടഞ്ഞു വെച്ച പഞ്ചായത്ത് സെക്രട്ടറിയും വനിതാ ഉദ്യോഗസ്ഥരെയും 3/4 മണിക്കൂറിന് ശേഷം വടക്കാഞ്ചേരി പോലീസ് വിളിച്ചതിനെ തുടർന്ന് ഈ മണ്ണ് മാഫിയ തലവൻ മാറി നിന്ന് അവരെ വിടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ പഞ്ചായത്തിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ പഞ്ചായത്തിന്റെ വണ്ടി അടക്കമുള്ള സ്റ്റാഫിനെ, പ്രത്യേകിച്ച് സ്ത്രീകൾ അടങ്ങുന്ന സ്റ്റാഫിനെ തടഞ്ഞു നിർത്തിയാൽ എന്താണ് പിറ്റേ ദിവസം ഉണ്ടാകുക? നമ്മൾ ഒഫീഷ്യലായി അത് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിന് പരാതി നൽകും. എന്നാൽ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ നാളെ ഇതുവരെയായി പഞ്ചായത്ത് വാഹനം തടഞ്ഞു നിർത്തിയതിന്റെ പേരിൽ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ കേസ് കൊടുക്കേണ്ട ആളുകൾ
ഇന്ന് വരെ പഞ്ചായത്തില് ഉദ്യോഗസ്ഥര് പോലീസിന് പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. CIയുമായി ബന്ധപ്പെട്ടപ്പോൾ CI പറയുന്നത് ഒഫീഷ്യലി പരാതി ലഭിക്കാതെ കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന്. പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഈ മാഫിയയുമായി ഒത്തുകളിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവന് 5 സെന്റിൽ ഒരു വീട് വെക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെർമിറ്റ് കൊടുക്കാത്ത അതേ ഉദ്യോഗസ്ഥ വൃന്ദം ഇത്തരം മാഫിയകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്തിന്റെ പേരിലാണ് എന്ന് പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന് കൃത്യമായ മറുപടി പറയണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. UDF ഭരിക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥരോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നും മുൻ CPIM ഭരണസമിതിയെയും മണ്ണ് മാഫിയയെയും പേടിച്ചുകൊണ്ടാണ് ഇത്തരം നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസിന്റെ ആക്ഷേപം. പലതവണ നമ്മൾ ഈ ഉദ്യോഗസ്ഥർക്കുണ്ടായിട്ടുള്ള വിഷമതകൾ മനസ്സിലാക്കി അവര് ഒഫീഷ്യലായി പരാതി കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളിലുള്ള ബാന്ധവമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മാഫിയ വലിയ രീതിയിലുള്ള ഒരു മാഫിയാണ് ഈ പ്രദേശത്ത് കടന്ന് പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന റോഡ് സൈഡുകളിൽ പോലും വലിയ രീതിയിൽ മണ്ണ് കുന്നിടിച്ചുകൊണ്ട് മണ്ണ് കടത്തിക്കൊണ്ടുവന്ന സംഘമാണ്. ഈ സംഘത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനധികൃതമായി മണ്ണെടുത്ത് പാടം നികത്തിയതിനെതിരെ നിയമ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ, വാർഡ് മെമ്പർ ബിനീഷ് തൈവളപ്പിൽ എന്നിവർ പറഞ്ഞു. മണ്ണ് നികത്തിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ആ മണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കണം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അളവിൽ കവിഞ്ഞ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ മണ്ണെടുത്ത് മാറ്റിയത് പൂർവ്വസ്ഥിതിയിലാക്കണം. പാടത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുള്ള മണ്ണ് തിരിച്ചു കയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കൂടാതെ വലിയ തോതിലുള്ള ഫൈൻ ഇത്തരക്കാർക്കെതിരെ കൊടുക്കാൻ നാട്ടിലെ നിയമം അനുശാസിക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് നിർബന്ധമായും ഉദ്യോഗസ്ഥർ ചെയ്യണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ പഞ്ചായത്ത് കത്ത് നൽകുന്നതായി. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.